ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗുണ്ടകളെല്ലാം അടിച്ചൊതുക്കിയതിനു ശേഷം മീനാക്ഷിയും കൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് വരുന്ന സച്ചിയാണ്. മീനാക്ഷിയോട് എവിടെ പോകണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വല്യമ്മയുടെ വീട്ടിൽ പോയാൽ മതിയെന്ന് മീനാക്ഷി പറയുന്നു. അതേസമയം ഇന്ദ്രജയുടെ വീട്ടിൽ ദേവരാജ് കുഞ്ഞിനെ ആ ഭിക്ഷക്കാരിക്ക് നൽകുകയും കുറച്ച് പണം കൂടുതൽ നൽകുകയും ചെയ്യുന്നു. കുഞ്ഞിനെ എവിടെയെങ്കിലും ദൂരേക്ക് കൊണ്ട് കളയാനായി ദേവരാജ് പറയുമ്പോൾ അതിന് സമ്മതം മൂളുകയാണ് ആ ഭിക്ഷക്കാരി. അതേസമയം സച്ചിയും മീനാക്ഷിയും കൂടി ഇന്ദ്രജയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. മീനാക്ഷി അവിടെ ഇറക്കിയതിനു ശേഷം സച്ചി അവിടെ നിന്ന് പോകുന്നു. പെട്ടെന്ന് തന്നെ ആ ഭിക്ഷക്കാരിയോട് അകത്തെ മുറിയിൽ പോയി ഒളിക്കാൻ പറയുകയാണ് ദേവരാജ്. എന്താ മോളെ, എന്തു പറ്റി? കാർത്തി വന്നില്ലേ? നീ ഒറ്റയ്ക്കാണോ എന്നൊക്കെ ദേവരാജ് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു സഹായം വേണമെന്നും ഞാൻ അതിനു വേണ്ടിയാ വന്നതെന്നും മീനാക്ഷി പറയുന്നു. എന്ത് സഹായമാ മോൾക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണമെന്നും എൻ്റെ കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ലെന്നും മീനാക്ഷി പറയുന്നു. കുഞ്ഞിനെ തന്നാൽ എന്നേക്കുമായിട്ട് എൻ്റെയും ഇന്ദ്രജയുടെ മകളായിട്ട് ഞങ്ങളുടെ ഒപ്പം നീ വന്ന് താമസിക്കുമോ എന്ന് ദേവരാജ് ചോദിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കമാണെന്ന് മീനാക്ഷി പറയുന്നു. ഇത് കേൾക്കുന്ന ദേവരാജിന് സന്തോഷമാവുകയാണ്. അതേസമയം തന്നെ മറ്റൊരു വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ദേവരാജ് മീനാക്ഷിയോട് അകത്തേക്ക് പോകാൻ പറയുന്നു. മീനാക്ഷി ആ ഭിക്ഷക്കാരി ഒളിച്ച മുറിയിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴേക്കും ദേവരാജ് അങ്ങോട്ടേക്ക് വന്ന് മീനാക്ഷിയോട് വേറൊരു മുറിയിൽ കയറാൻ പറയുകയാണ്. വന്നത് അനന്തഗോപനായിരുന്നു. അനന്തഗോപൻ തൻ്റെ ബാഗിൽ നിന്നും ഒറിജിനൽ ഉടവാളെടുത്ത് ദേവരാജിനെ കാണിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് സാർ, ഇത് മോഷ്ടിച്ചെടുത്തയാൾക്കും ഒരു വിഹിതം എന്താണെങ്കിലും കൊടുക്കണം. അങ്ങനെ അനന്തഗോപൻ്റെ ഡീലിങ്സിനെല്ലാം തന്നെ സമ്മതം മൂളുകയാണ് ദേവരാജ്. അതേസമയമാണ് വൈശാഖ് മാധവമംഗലത്തേക്ക് എത്തുന്നത്. വൈശാഖും അനന്തഗോപനും തമ്മിൽ ഉടവാളിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അല്ല വൈശാഖേ, ഈ കാര്യങ്ങളെല്ലാം വിട്. നീ ദേവരാജ് സാറിനെ പരിചയപ്പെട്ടോ എന്ന് അനന്തഗോപൻ ചോദിക്കുമ്പോൾ അപ്പോൾ ഇന്ദ്രജി പോയോ എന്ന് വൈശാഖ് ചോദിക്കുന്നു. തുടർന്ന് ദേവരാജിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ വൈശാഖിനോട് പറയുകയാണ് അനന്തഗോപൻ. തുടർന്ന് വൈശാഖ് പറയുകയാണ്, നിങ്ങൾ എന്നെ ചതിച്ചതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ആ വാള് വ്യാജനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളോ ഇന്ദ്രജിയോ അതെനിക്ക് തിരികെ തന്നില്ലല്ലോ. അതിൻ്റെ അർത്ഥം നിങ്ങൾ രണ്ടുപേരും കൂടി വേറെ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നല്ലേ. അങ്ങനെ അവർ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കാകുമ്പോൾ വൈശാഖ് എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ദേവരാജ് ഹാളിലേക്ക് വരുന്നു. ഉടവാളല്ലേ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം, ശരിക്കുള്ള ഉടവാള് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവരാജ് അകത്തെ മുറിയിലേക്ക് പോവുകയും അലമാരിയിൽ വാള് തപ്പുകയും ചെയ്യുന്നു. തുടർന്ന് വൈശാഖിൻ്റെ അടുത്തേക്ക് വന്ന് വാള് കൊടുക്കുകയാണ് ദേവരാജ്. ഇത് വ്യാജനല്ലെന്ന് നിനക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നീ തെളിയിക്കാൻ ദേവരാജ് പറയുമ്പോൾ ഇത് വ്യാജനാണെങ്കിൽ ശരിക്കുള്ള ഉടവാളും കൊണ്ടായിരിക്കും ഞാൻ നീ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വാളും കൊണ്ട് പോവുകയാണ് വൈശാഖ്. അങ്ങനെ വൈശാഖ് പോയതിനു ശേഷം അങ്ങനെ അനന്തഗോപൻ ദേവരാജിനോട് പറയുകയാണ്, സാർ എത്രയും പെട്ടെന്ന് ആ ഉടവാളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. ഇല്ലെങ്കിൽ ഇവൻ തന്നെയായിരിക്കും എല്ലാത്തിനും ഇടം കൊല്ലിടാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അനന്തഗോപൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ദേവരാജ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.